പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ്. നമ്മളുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഇടവക സമൂഹം ഒരു കുടുംബമായി ഇന്ന് ആഘോഷിക്കുകയാണ്. ഈ തിരുനാൾ ആഘോഷത്തെ പറ്റി വിശുദ്ധരെ നമ്മെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ തിരുസഭ നമുക്ക് നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്. ഇടവക ജനം ഒന്നായി ഇടവക തിരുനാൾ നടത്തുമ്പോൾ ആ ദേശവും ആ തിരുനാൾ നടത്തുന്ന വ്യക്തികളും അവരുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുമെന്ന്. കാരണം തിരുനാൾ ദിവസങ്ങൾ അത് 3 ദിവസമാകാം, 4 ദിവസമാകാം, 5 ദിവസമാകാം, എന്തുമായിക്കോട്ടെ, ആ ദിവസങ്ങൾ ആ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ അല്ലെങ്കിൽ മാതാവ് എന്തുമായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അവര് വഴി ഏറ്റവും കൂടുതൽ അനുഗ്രഹം ആ ദേശത്തിലേക്ക് കടന്നു വരുന്ന പുണ്യ ദിനങ്ങളാണ്. കാരണം ആ വിശുദ്ധന്റെയോ വിശുദ്ധയുടെയോ മാധ്യസ്ഥ വഴി നാം ദൈവത്തോട് അപേക്ഷിക്കുന്ന, കൊല്ലത്തിൽ ഒരിക്കൽ അതിമനോഹരമായ ആഘോഷങ്ങളോടുകൂടെ അപേക്ഷിക്കുന്ന ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം ഇന്നാണ്. ഒത്തിരി സന്തോഷത്തോടു കൂടെ കോവിഡ് കാലഘട്ടത്തിലാണ് എങ്കിലും കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഭക്തിയോടുകൂടെ ഇന്ന് നാം തിരുനാൾ ആഘോഷിക്കുന്നു. ഈ തിരുനാളിന്റെ എല്ലാവിധ മംഗളാശംസകളും ദൈവാനുഗ്രഹവും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുകയാണ്. വിശുദ്ധ പുണ്യവാളൻ വഴി നമ്മളിലേക്ക്, നമ്മളുടെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരട്ടെ എന്ന ഈ ധന്യമായ നിമിഷത്തിൽ നമുക്ക് അപേക്ഷിക്കാം. ഭക്തിയോടുകൂടെ ഈ ദിവ്യബലിയിൽ നമുക്ക് പങ്കുകൊള്ളാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മളുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും കാരുണ്യവാനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Amen.
കാരുണ്യവാനും നിത്യനുമായ ദൈവമേ, വിശുദ്ധ സെബസ്ത്യാനോസിന് നീതിക്ക് വേണ്ടി മരണത്തോളം പോരാടുവാൻ അങ്ങ് അനുഗ്രഹം നൽകിയല്ലോ. അദ്ദേഹത്തിന്റെ മാധ്യസ്ഥ ശക്തിയാൽ എല്ലാ വിപത്തുകളും സഹിക്കുവാനും ജീവൻ തന്നെയായ അങ്ങിലേക്ക് ഓടി അണയുവാനും ഞങ്ങളെ അനുവദിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അവിടുന്ന് ഈ അപേക്ഷ കേട്ടിടണമേ. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് യോനയ്ക്ക് വീണ്ടും കർത്താവിന്റെ അരുൾപ്പാടുണ്ടായി. എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് പോകുക. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവയിലേക്ക് പോയി. അത് വളരെ വലിയ നഗരമായിരുന്നു. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര വേണ്ടി വന്നു. യോന നഗരത്തിൽ കടന്നു 1 ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവ നശിപ്പിക്കപ്പെടും. നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി. അവരുടെ മേൽ അഴക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. കർത്താവിന്റെ വചനം. കർത്താവേ, അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ.
കർത്താവെ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസരണമായി കാരുണ്യപൂർവ്വം എന്നെ അനുസ്മരിക്കണമേ. കർത്താവെ, അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തന്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, സമയം പരിമിതമാണ്. ഇനിമേൽ ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും വിലപിക്കുന്നവർ വിലപിക്കാത്തവരെ പോലെയും ആഹ്ലാദിക്കുന്നവർ ആഹ്ലാദിക്കാത്തവരെ പോലെയും വാങ്ങുന്നവർ ഒന്നും കൈവശമില്ലാത്തവരെ പോലെയും ലോകകാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇടപെടാത്തവരെ പോലെയും ആയിരിക്കട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിന്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വചനം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു: സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അവൻ ഗലീല കടൽത്തീരത്തിലൂടെ കടന്നു പോകുമ്പോൾ ശമയോനെയും അവൻ്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. മീൻപിടുത്തക്കാരായ അവർ കടലിൽ വലയെറിയുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു: എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഉടനെ വല ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കുറച്ചു ദൂരം കൂടി പോയപ്പോൾ സെബദിയുടെ പുത്രനായ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേടുപോക്കുകയായിരുന്നു. ഉടനെ അവൻ അവരെയും വിളിച്ചു. അവർ പിതാവായ സെബദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. സ്നേഹ ബഹുമാനപ്പെട്ട വികാരിച്ച തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന ക്രിസ്ത്യാനിമാരെ, ദക്ഷിണ സമൂഹത്തിലെ അംഗങ്ങളെ, മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഒത്തിരി സ്നേഹത്തോടുകൂടെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളാശംസകളും ദൈവാനുഗ്രഹവും നിങ്ങൾക്ക് നേടുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഇന്ന് നാം ആഘോഷിക്കുകയാണ്. വിശുദ്ധന്റെ ജീവിതത്തെ പറ്റി അധികം നിങ്ങളുമായി പങ്കുവയ്ക്കേണ്ട ആവശ്യമില്ല. വിശുദ്ധൻ ആരാണ് എന്നും എവിടെയൊക്കെ ജീവിച്ചുവെന്നും വ്യക്തമായ ധാരണ ഉള്ള വ്യക്തികളാണ് നാം എല്ലാവരും. ഡയക്ലേഷ്യൻ രാജാവിന്റെ അംഗരക്ഷക സേനയിലെ പടത്തലവനായിരുന്നു അദ്ദേഹം. എല്ലാവിധ സൗഭാഗ്യങ്ങളും രാജകൊട്ടാരത്തിലുണ്ടായിരുന്നു. പക്ഷേ
വിശ്വാസത്തിനു വേണ്ടി ധീര രക്തസാക്ഷിത്വം മകുടം ചൂടി. രാജാവ് പലതവണ രഹസ്യമായിട്ട് വിളിച്ച് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത്, നിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ അംഗരക്ഷക സേനയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത നിന്നെയാണ്. പക്ഷേ എന്റെ ഒരു കൽപ്പനയുണ്ട്, എന്നെ അല്ലാതെ മറ്റാരെയും ആരാധിക്കുവാൻ പാടില്ല. ഞാനാണ് ദൈവം, രാജാവാണ് ദൈവം എന്നൊരു കൽപ്പന നേരത്തെ പോയിട്ടുണ്ട്. പക്ഷേ പലവരും വ്യക്തമാക്കുന്നു, നീ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നുവെന്ന്. അത് തെറ്റാണ്. നീ ആ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, നിന്റെ വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് എന്നിലേക്ക് കടന്നു വരിക. ഉടനെ തന്നെ പുണ്യവാളൻ വ്യക്തമാക്കുന്നുണ്ട്, ജീവൻ പോയാലും ഞാൻ എൻ്റെ രക്ഷകനിൽ നിന്ന് വരില്ല എന്ന്. അങ്ങനെ പിന്നീട് നടക്കുന്നതൊക്കെ നമുക്കറിയാം. അദ്ദേഹം ധീര രക്തസാക്ഷിത്വം മകുടം ചൂടുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഒന്ന്, അദ്ദേഹത്തിന് ദൈവത്തോടും ജനങ്ങളോടുമുള്ള സ്നേഹമാണ്. രണ്ടാമത്തേത്, ദൈവത്തോടും ജനങ്ങളോടുമുള്ള വിശ്വാസമാണ്. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തേത് സ്നേഹം. ആരോടൊക്കെ? ദൈവത്തോട് സ്നേഹമുണ്ട്. അതോടൊപ്പം തന്നെ ആരൊക്കെ വിശ്വസിച്ച് അല്ലെങ്കിൽ തന്റെ കൂടെ ആയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സ്നേഹിക്കുവാൻ പുണ്യവാളന് സാധിച്ചിരുന്നു. അപ്പോഴാണ് ഒരു ചോദ്യം നമ്മളുടെ മനസ്സിലേക്ക് വരിക, എന്താണ് സ്നേഹമെന്ന്, എന്താണ് ഇഷ്ടമെന്ന്? സ്നേഹം അതൊരു ജീവിത രീതിയാണ്. സ്നേഹം ഒന്നും ആവശ്യപ്പെടുന്നില്ല. പക്ഷെ ഇഷ്ടം എന്നത് സ്നേഹത്തിൽ നിന്ന് വിപരീതമാണ്. ഇഷ്ടം പലപ്പോഴും പലതും ഡിമാൻഡ് ചെയ്യുന്നു. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് സൗന്ദര്യം ഉണ്ടാകണം, ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് ആവശ്യത്തിന് മുടി ഉണ്ടാകണം. എപ്പോഴാണോ ഈ ഡിമാൻഡുകൾ പോകുന്നത്, അവിടെ ഈ ഇഷ്ടവും നഷ്ടപ്പെട്ടു പോകുന്നു. അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന അമ്മ എനിക്ക് എല്ലാ ദിവസവും ചായ അതിരാവിലെ കൊണ്ടുവന്ന് നൽകണം. എപ്പോഴാണോ അമ്മ ചായ നൽകാതിരിക്കുക, അവിടെ ദേഷ്യം കടന്നു വരുന്നു. പക്ഷെ സ്നേഹം അങ്ങനെയല്ല. സ്നേഹം എന്നത് എല്ലാം സഹിക്കുന്നതാണ്. എന്താണ് സ്നേഹമെന്ന് ഈശോയോട് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതായത് ഈശോ കാണിച്ചു തരും, അവസാനത്തുള്ളി രക്തവും ജലവും മനുഷ്യ മക്കൾക്കായി നൽകിക്കൊണ്ട്, മകനെ മകളെ, ഇതാ ഞാൻ എന്നെ സ്നേഹിച്ചു. പിന്നെയുമുണ്ട്, സുവിശേഷം വായിച്ചു വരുമ്പോൾ ഈശോ കാണിച്ചു തരുന്ന സ്നേഹം എന്താണ് എന്ന്. ഈശോ കാണിച്ചു തരുന്ന സ്നേഹം എന്താണ്? ചങ്ങാതിയെ അവന്റെ ചതിവുകളോടുകൂടെ സ്വീകരിക്കുന്നതാണ് സ്നേഹം. ചങ്ങാതിയെ അവന്റെ ചതിവുകളോടുകൂടെ സ്വീകരിക്കുക, അതാണ് സ്നേഹമെന്ന് യേശുനാഥൻ കാണിച്ചു തരുന്നുണ്ട്. അതല്ലേ യൂദാസിനെ തിരഞ്ഞെടുക്കുമ്പോൾ യേശുനാഥന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു, ഇവനാണ് എന്നെ ഒറ്റിക്കൊടുക്കുവാനുള്ളത്. 3 കൊല്ലം കൂടെ കൊണ്ട് നടന്നപ്പോൾ നോട്ടം കൊണ്ടോ ഭാവം കൊണ്ടോ ഒരിക്കലും യേശുനാഥൻ യൂദാസിനെ ഒരു വിധത്തിലും മോശമായി കണ്ടിട്ടില്ല, അവനെ വേദനിപ്പിച്ചിട്ടില്ല. നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും സ്നേഹത്തോടെ പണസഞ്ചി ഏൽപ്പിച്ചതും ഇവനെ തന്നെയാണ്. ഇവൻ ഒറ്റിക്കൊടുക്കുമെന്ന് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവസാന നാളുകളിൽ യേശുനാഥൻ പറയുന്നത്, ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷേ ഒരിക്കലും അവനെ വേദനിപ്പിക്കുന്നത് കാണുന്നില്ല. അപ്പൊ ഇതാണ് സ്നേഹം. സ്നേഹം ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നില്ല, വാക്കുകൊണ്ടും അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ. ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒന്നുണ്ട്, പലപ്പോഴും നമുക്ക് സ്നേഹമുണ്ട് മറ്റുള്ളവരോട്, പക്ഷേ നാം മറ്റുള്ളവരെ പറ്റി, സ്നേഹിക്കുന്നവരെ പറ്റി അടക്കം പരദൂഷണം പറയുന്ന അവസ്ഥ ഇന്ന് എവിടെയും കാണുവാൻ സാധിക്കും. അതായത് നമ്മൾ സ്നേഹമൊക്കെ അഭിനയിക്കും, ചിലപ്പോൾ സ്നേഹമൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു വ്യക്തി, ആ വ്യക്തിയെ പറ്റി എന്തൊക്കെ പരദൂഷണം പറയുവാൻ സാധിക്കും, അത് മുഴുവനും പങ്കുവയ്ക്കുന്നു. സ്നേഹമുള്ളവരെ, ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് വ്യക്തമാക്കുന്നുണ്ട്, നിങ്ങൾ ഒരുവനെ പറ്റി പരദൂഷണം, ഇല്ലായ്മ പങ്കുവയ്ക്കുമ്പോൾ അവനെ അല്ലെങ്കിൽ അവളെ കൊല്ലാതെ കൊല്ലുന്നതിന് തുല്യമാണ്. കൊല്ലാതെ കൊല്ലുന്നതിന് തുല്യമാണ് പരദൂഷണം. അത് വ്യക്തമാകണമെങ്കിൽ ഒരു സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാം. അതായത് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നതാണ്.
ഞാൻ സെമിനാരിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഞങ്ങളുടെ ആധ്യാത്മിക പിതാവായ കാലിവള്ളി അച്ഛൻ പങ്കുവെച്ചൊരു സംഭവം ഇതാണ്, നടന്ന സംഭവമാണ്. നടന്നത് ഇങ്ങനെയാണ്. ഒരു കൊച്ചു ഗ്രാമം, കൊച്ചിയിലുള്ള ഒരു അച്ഛൻ കൊച്ചിയിൽ രൂപതയിൽപ്പെട്ടതാണ്. കൊച്ചിയിലുള്ള ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിനൊരു സവിശേഷത ഉണ്ട്. എന്താണ്? എല്ലാ ദിവസവും എല്ലാവരും തന്നെ പട്ടണത്തിലേക്ക്, എറണാകുളം സൈഡിലേക്ക് ജോലിക്ക് പോകും. 5 മണിയാകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരും. ഇത് പതിവ് കാഴ്ചയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ദേവാലയത്തിൽ അതിമനോഹരമായി പാടുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. അവൾ ഇതേപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ തുണിക്കടയിലേക്ക് ജോലിക്ക് വരും, വൈകിട്ട് 5 മണിയാകുമ്പോൾ വീട്ടിലേക്ക് പോകും. അങ്ങനെ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. അവൾ തന്റെ ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി എറണാകുളത്ത് ബസ് കാത്തു നിൽക്കുകയാണ്. ഇങ്ങനെ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് ബസ് വരുവാൻ അല്പം വൈകി കഴിഞ്ഞപ്പോൾ ഇവൾ അവിടെ ഒന്ന് തല ചുറ്റി വീഴും. അപ്പോ വീണപ്പോഴത്തേക്കും ഈ ബസ് സ്റ്റോപ്പിലെ എല്ലാവരും ഓടിക്കൂടി. കാരണം ഒരു യുവതിയാണ്, ഒരു പെൺകുട്ടിയാണ് തല ചുറ്റി വീണിരിക്കുന്നത്. ഉടനെ തന്നെ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ കടന്നു വന്നു. അവൻ പങ്കുവെച്ചു, ഇത് എന്റെ ഗ്രാമത്തിലുള്ള പെൺകുട്ടിയാണ്, ഇവളെ വ്യക്തമായി എനിക്ക് അറിയാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്ത് ഇവന്റെ ഒപ്പം ഒരു ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അങ്ങനെ ഇവൻ ഈ പെൺകുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് നടത്തി. യാതൊരു കുഴപ്പവുമില്ല. എന്ത് പറ്റിയതാണ്? രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല. അതിന്റെ ഒരു ഹാങ് ഓഫ് കൊണ്ട് തലചുറ്റി വീണതാണ്. യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെ തന്നെ ഇവൻ എന്ത് ചെയ്തു? അതേ ഓട്ടോയിൽ മറ്റൊരു ഓട്ടോ വിളിച്ചുകൊണ്ട് രണ്ടുപേരും കൂടി ഗ്രാമത്തിലേക്ക് കടന്നു വന്നു. ഈ ഗ്രാമത്തിലേക്ക് കടന്നു വന്നപ്പോൾ സമയം, ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സമയം 7 മണിയായി. ഈ ഗ്രാമത്തിൽ ഒരു സവിശേഷത മറ്റൊന്നും കൂടി ഉണ്ട്. അതായത് ഈ ഗ്രാമത്തിൽ വെള്ളം വരുന്നത് 7 മണിക്കാണ്. പൈപ്പിൽ വെള്ളം വരുന്നത് വൈകിട്ട് 7 മണിക്കാണ്. അപ്പോൾ ഈ 7 മണിക്ക് വെള്ളം എടുക്കാൻ വേണ്ടി 7 ചേട്ടത്തിമാര് പൈപ്പിൻ ചോട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഈ പൈപ്പിൻ ചോട്ടിൽ 7 ചേട്ടത്തിമാര് കുശലം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇവനും ഇവളും കൂടി ഓട്ടോയിന് കടന്നു വരുന്നു. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചേട്ടത്തിമാരിൽ ഒരു ചേട്ടത്തി പങ്കുവെച്ചു. ചുമ്മാ അങ്ങോട്ട് പങ്കുവെക്കുകയാണ്. ഒരു സത്യാവസ്ഥ ഒന്നും മനസ്സിലാക്കാതെ ചുമ്മാ അങ്ങോട്ട് പങ്കുവെച്ചു. ഇന്ന് മുഴുവൻ അവൾ അവന്റെ ഒപ്പമായിരുന്നു. നോക്കുക, ഈ 7 ചേട്ടത്തിമാരും ഈ ഒരു ന്യൂസുമായിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഗ്രാമത്തിലെ ഇടവകയാണ്. ഈ ഗ്രാമത്തിലെ ഇടവക മുഴുവനും ഈ ന്യൂസ് പരക്കുകയാണ്. ഒരു ദിവസം ഇവൾ അവന്റെ ഒപ്പമായിരുന്നു എന്ന്. പിറ്റേ ദിവസം ഞായറാഴ്ച, സൺഡേ, ദേവാലയത്തിലേക്ക് ഇവൾ പാടുവാൻ വന്നു. അപ്പോ ഈ ദേവാലയത്തിൽ പള്ളിപ്രമാണിമാരെന്ന് പറഞ്ഞ് നടക്കുന്ന ചിലവന്മാരെ കാണാൻ പറ്റും. അവന്മാരുടെ മട്ടും ഭാവവും നടപ്പും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കത്തോലിക്ക സഭയിലെ ദേവാലയങ്ങൾ അവന്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയ വകയിലാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയുള്ള ചിലവരൊക്കെ പണ്ടുണ്ടായിരുന്നു. അവരുടെ പിൻഗാമികളൊക്കെ ഇപ്പോൾ നമ്മളുടെ ദേവാലയങ്ങളിലും ഉണ്ട്. അതെന്തുമായിക്കോട്ടെ, അങ്ങനെയുള്ള ചില പള്ളിപ്രമാണിമാർ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ പള്ളിയിൽ പാടിക്കാൻ പറ്റില്ല. ആകെ ബുദ്ധിമുട്ടായി. എന്ത് ചെയ്യും? ഇടവക ജനം മുഴുവൻ മട്ടക്കലയിൽ നിൽക്കുകയാണ്. വികാരിയച്ഛൻ, അന്ന് ഒരു വയോധികനായ വയസ്സായിട്ടുള്ള ഒരു വികാരിയച്ഛൻ, അദ്ദേഹം വന്നപ്പോൾ പള്ളിയിൽ ആരുമില്ല. എല്ലാവരും മട്ടക്കലയിൽ ഭയങ്കര ചർച്ചയും പ്രശ്നവുമാണ്. അച്ഛൻ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ് ഈ പെൺകുട്ടിയോട് പോയി അച്ഛൻ പങ്കുവെച്ചു, മോളെ, ഇവന്മാരുടെ സ്വഭാവമൊക്കെ നമുക്ക് വ്യക്തമായ ധാരണയുള്ളതാണല്ലോ. ഈ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നതിനേക്കാളും നല്ലത് മോൾ അല്പനാളത്തേക്ക് പാടാതിരിക്കുന്നതല്ലേ. അവൾ പറഞ്ഞു, അച്ഛാ, പള്ളിയിൽ വളരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇന്നു മുതൽ പാടുന്നില്ല. സ്നേഹമുള്ളവരെ, പിന്നീട് നമ്മൾ കാണുന്നത്, അച്ഛൻ പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയാണ്. പിന്നീട് നാം കാണുന്നത്, പള്ളിയിൽ പാടിക്കാതിരുന്നപ്പോൾ അത് ശരിവെക്കുന്നതിന് തുല്യമായി. ഇന്നും ആ പെൺകുട്ടിയുടെ വിവാഹം നടന്നിട്ടില്ല. നോക്കുക, ഒരു നിസ്സാരമായ സംഭവം,
ഒരു ചേടത്തി അല്ല 7 ചേടത്തിമാര് പങ്കുവെച്ച ഒരു സംഭവം. ഇതാണ് പരദൂഷണം. ഇതാണ് ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് പങ്കുവയ്ക്കുന്നത്. പരദൂഷണം എന്നത് ഒരുവനെ കൊല്ലാതെ കൊല്ലുന്നതിന് തുല്യമാണ്. ഇന്നും അവൾ വിവാഹം കഴിക്കാതെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്നതിന് ഉത്തരവാദി ആരാണ്? ആ അമ്മച്ചിമാരെന്ന് വിളിക്കാൻ പറ്റില്ല, ആ ചേട്ടത്തിമാര്. ഇങ്ങനെയുള്ള ശാപമൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കും? ഇതാണ് അച്ഛൻ പങ്കുവെച്ചത്. സ്നേഹം ഒരിക്കലും പരദൂഷണം പങ്കുവയ്ക്കില്ല. സ്നേഹം എന്നത് ഒരുവനെ പറ്റി നല്ലത് പങ്കുവയ്ക്കുവാനുള്ളതാണ്. നല്ലത് പങ്കുവയ്ക്കുമ്പോൾ അവിടെ സന്തോഷമുണ്ടാകുന്നു, സമാധാനമുണ്ടാകുന്നു, ഐശ്വര്യമുണ്ടാകുന്നു. അപ്പോൾ ചെയ്യേണ്ടതേ ഉള്ളൂ. പുണ്യവാളൻ കാണിച്ചു തരുന്ന ജീവിതത്തിലൂടെ പുണ്യവാളന്റെ ജീവിതം എന്തായിരുന്നു? എല്ലാവരെയും സ്നേഹിക്കുക, ദൈവത്തെയും സ്നേഹിക്കുക, അതോടൊപ്പം തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇത് പുണ്യവാളൻ കാണിച്ചു തന്ന ജീവിത രീതിയാണ്. അതുകൊണ്ട് ഈ തിരുനാളിലെങ്കിലും ഒരു തീരുമാനം എടുക്കുക, എല്ലാവരെയും സ്നേഹിക്കുമെന്ന്. ആരെയും പറ്റിയും അനാവശ്യമായി പരദൂഷണം ഞാൻ പങ്കുവെക്കില്ല എന്ന്. ചില വ്യക്തികൾക്കുണ്ട് ഈ പരദൂഷണം പങ്കുവെക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഐസ് വീഴുന്ന അനുഭവമാണ്. എന്തെന്നില്ലാത്തൊരു പുളകം കൊള്ളല്ലേ. ഈ പുളകം കൊള്ളലെ അങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല. ഒരു ലഹരി പോലെയാണ്. ഇങ്ങനെ പരദൂഷണം പങ്കുവെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എത്ര ജീവിതങ്ങളാണ് ബുദ്ധിമുട്ടിലാകുന്നത്, എത്ര ജീവിതങ്ങളാണ് നശിച്ചു പോകുന്നത്, ആ ഒരു ബോധ്യം ഉണ്ടാവുക. തിരുനടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവമേ ഒരിക്കലും എന്റെ നാവ് പിഴക്കാതിരിക്കുന്നതിന് വേണ്ടി, എന്റെ നാവ് വഴി മറ്റൊരാളെ ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി, എന്റെ നാവ് വഴി ഒരുവനും നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി ദൈവമേ പരിശുദ്ധാത്മാവെ അനുഗ്രഹിക്കണമേ എന്ന്. സ്നേഹമുള്ളിടത്ത് ഒരിക്കലും പരദൂഷണം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു അമ്മ സ്വന്തം മകനെ പറ്റി പരദൂഷണം പറയൂ? ഏതെങ്കിലും ഒരു ആങ്ങള സ്വന്തം പെങ്ങളെ പറ്റി പരദൂഷണം പറയൂ? അവിടെ ഏതവന്റെ ഒപ്പം പോയാലും സ്വന്തം ആങ്ങളെ പങ്കുവെക്കില്ല. അവിടെ എന്താണ്? സ്നേഹമുണ്ട്. സ്നേഹമുള്ളവർ ഈ സ്നേഹമാണ് പരസ്പരം ഉണ്ടാകേണ്ടത്. എന്റെ കൂടെ നിൽക്കുന്ന ഇവളെന്റെ പെങ്ങളാണ്, ഈ അമ്മച്ചി എന്റെ അമ്മയാണ്, ഈ ചേട്ടൻ എന്റെ അപ്പനാണ്, ഞാൻ നിങ്ങളുടെ ആങ്ങളെയാണ്, നിങ്ങളുടെ സഹോദരനാണെന്നുള്ള ബോധ്യം ഉണ്ടാവുക. അങ്ങനെയുള്ള സ്നേഹമുള്ളിടത്ത് പരദൂഷണം ഉണ്ടാവില്ല, സ്നേഹമേ ഉണ്ടാവുള്ളൂ. ഒന്നാമത്തെ പോയിന്റ്, പുണ്യവാളനെ പോലെ സ്നേഹിക്കുവാൻ പഠിക്കുക. രണ്ടാമത്തെ പോയിന്റ് വിശ്വാസമാണ്. വിശ്വാസത്തോടുകൂടെ പുണ്യവാളൻ ഈശോയിലേക്ക് കടന്നു വന്നു. ഇനി ആരൊക്കെ പുണ്യവാളന്റെ അടുക്കലേക്ക് കടന്നു വരുന്നുവോ അവരെയൊക്കെ എന്താണ് എന്ന വിശ്വാസം എന്ന് പഠിപ്പിച്ച് ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈശോയിലേക്ക് മറ്റുള്ളവരെ അടുപ്പിച്ച വ്യക്തിയാണ് ഈ പുണ്യവാളൻ. ആരൊക്കെ അവിടെ ജയിലിൽ കിടന്നുവോ അവരെയൊക്കെ സന്ദർശിച്ചുകൊണ്ട് നിനക്കൊരു പ്രത്യാശയുണ്ട്, നിനക്കൊരു ജീവിതമുണ്ട്, നീ ഈശോയിൽ വിശ്വസിക്കുക. ഈശോയിൽ വിശ്വസിക്കുമ്പോൾ ഈ കാണുന്ന സഹനമൊക്കെ നിനക്കില്ലാതെയാകും. അങ്ങനെ തന്നിലേക്ക് കടന്നു വരുന്നവരെ മുഴുവനും ദൈവത്തിലേക്ക് അടുപ്പിച്ചൊരു വ്യക്തിയാണ് പുണ്യവാളൻ. അതാണ് വിശ്വാസം. ഈ വിശ്വാസത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ആരൊക്കെ വിശ്വാസത്തോടുകൂടെ ഈശോയിലേക്ക് കടന്നു വരുന്നുവോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെടും. വിശുദ്ധ ഗ്രന്ഥം എടുത്തു നോക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, സക്കേവൂസ് വിശ്വാസത്തോടുകൂടി ഈശോയിലേക്ക് കടന്നു വരുന്നു. എന്താണ് അവന് ലഭിക്കുക? അവന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു. മത്തായി വിശ്വാസത്തോടുകൂടി ഈശോയിലേക്ക് കടന്നു വരുന്നു. അവൻ എന്ത് ചെയ്യുന്നു? അവൻ യേശുനാഥന്റെ അരുമ ശിഷ്യനായിത്തീരുന്നു. സമരിയക്കാരി സ്ത്രീ ഈശോയിലേക്ക് കടന്നു വരുന്നു. അവർക്ക് ജീവന്റെ ജലം ലഭിക്കുന്നു. നോക്കുക, ഇനിയുമുണ്ട്. കുഷ്ഠരോഗി വിശ്വാസത്തോടുകൂടി ഈശോയിലേക്ക് കടന്നു വരുന്നു. അവൻ സൗഖ്യമുള്ളവനായിത്തീരുന്നു. അന്ധൻ, അങ്ങനെ എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ഈശോയിലേക്ക് കടന്നു വരുന്നു. അവർക്ക് വേണ്ടതൊക്കെ ലഭിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇനി നമ്മുടെ കൂടമാണ്. നാം വിശ്വസിച്ചുകൊണ്ട് കുടുംബസമേതം നാം ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ ഈശോയിലേക്ക് കടന്നു വരിക. ചിലപ്പോൾ ദാരിദ്ര്യമുണ്ടാവും, ചിലപ്പോൾ മരണമുണ്ടാകും, ഇല്ലായ്മയുണ്ടാകും, സ്നേഹം കിട്ടാത്ത അവസ്ഥയുണ്ടാകും, മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഇതേപോലെ പരദൂഷണ വഴി ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അനുഭവിക്കുന്ന അവസ്ഥയുണ്ടാവും. ഏതവസ്ഥയിലാണോ നിങ്ങൾ ആ അവസ്ഥയിൽ ഈശോയിലേക്ക് കടന്നു വരിക. കുഷ്ഠരോഗി വന്നതുപോലെ, അന്ധയാചകൻ വന്നതുപോലെ, സക്കേവൂസ് വന്നതുപോലെ, മത്തായി വന്നതുപോലെ ഈശോയിലേക്ക് കടന്നു വരിക. ഈശോയിൽ അനുഗ്രഹമുണ്ട്. കുടുംബസമേതം ഈശോയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും.
പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിലൂടെയൊക്കെ പോകുമ്പോൾ പല വ്യക്തികളും, പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും, പള്ളിയിൽ നിന്നും പട്ടക്കാരിൽ നിന്നും തിരുസഭയിൽ നിന്നും ഒക്കെ പതിയെ പതിയെ അകന്നു പോകുന്ന അവസ്ഥ, ഇവിടെയൊക്കെ ബഹുമാനിക്കാത്തൊരവസ്ഥ. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് സഭയെയും പട്ടക്കാരനെയും മറ്റുള്ളവരെയും ഒക്കെ അവഹേളിക്കുന്ന വീഡിയോസ് കണ്ട് 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 ഈ പണ്ടത്തെ ബഹുമാനവും ആദരവും തിരുസഭയോടും വൈദികരോടും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. പെട്ടെന്ന് ഞാൻ ഇന്ന് കടന്നു വന്നപ്പോൾ ഒരാൾ ഇന്ന് പത്രം വായിക്കുകയാണ്, ഒരു വൈദികനല്ലേ കടന്നു വരുന്നത്, യാതൊരു ചിന്തയുമില്ല, പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പണ്ടത്തെ ചിന്തയൊക്കെ പോയി. വൈദികരെ ബഹുമാനിക്കണം, തിരുസഭയെ ബഹുമാനിക്കണം, ദേവാലയത്തെ ബഹുമാനിക്കണം, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. പുതിയ നിയമത്തിൽ വ്യക്തമായി പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്, നീ നിന്റെ ദേവാലയത്തെ അശുദ്ധമാക്കിയാൽ ഞാൻ നിന്റെ കുടുംബത്തെ നശിപ്പിക്കും എന്ന് ദൈവം അരുളി ചെയ്യുന്നുവെന്ന്. അതുകൊണ്ട് ദേവാലയത്തിലേക്ക് വരുമ്പോൾ, മേടയിലേക്ക് വരുമ്പോൾ, വൈദികരെയൊക്കെ കാണുമ്പോൾ, ദേവാലയവുമായി ബന്ധപ്പെട്ടതൊക്കെ കാണുമ്പോൾ ഒന്ന് ബഹുമാനിക്കാൻ, ദേവാലയത്തിനായിരിക്കുമ്പോൾ ദൈവത്തിന് ആദരം കൊടുക്കുവാൻ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. പലപ്പോഴും ഈ ആധുനിക യുഗത്തിലൂടെ പോകുമ്പോൾ ഈ സാത്താന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട്, സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നാം പതിയെ പതിയെ തിരുസഭയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് യുവജനങ്ങൾ. സ്നേഹമുള്ളവരെ, നമ്മളുടെ ഒരു വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ഈ പുണ്യവാളൻ ചെയ്ത ഒരു ജോലി നമുക്ക് ഇനിയും ബാക്കിയുണ്ട്. അതായത് ഈ അകന്നു പോയവരെ മുഴുവൻ ദൈവത്തിലേക്ക്, തിരുസഭയിലേക്ക്, ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം. പുണ്യവാളന്റെ നാമധേയത്തിലുള്ള ദേവാലയമാണിത്. ഈ ദേവാലയത്തിൽ പുണ്യവാളന്റെ ദൗത്യം നമ്മളുടെ ചുമലിൽ പേറേണ്ടവരാണ് നമ്മൾ എല്ലാവരും. അകന്നു പോയവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക, ഇത് പുണ്യവാളൻ ചെയ്തതാണ്. അതുപോലെ ഈ പുണ്യവാളനെ പോലെ ആരൊക്കെ നമ്മുടെ ഇടവകയിൽ നിന്ന് ഭിന്നിച്ചു നിൽക്കുന്നുണ്ടോ, ആരൊക്കെ തിരുസഭയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ, അവരെയൊക്കെ ദേവാലയത്തിലേക്ക്, ദൈവത്തിലേക്ക്, തിരുസഭയിലേക്ക് അടുപ്പിക്കുവാനുള്ള വളരെ വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി തിരുനാളിന്റെ എല്ലാവിധ മംഗളാശംസകളും ദൈവാനുഗ്രഹവും നിങ്ങൾക്ക് നേടുകയാണ്. നല്ലൊരു തിരുനാൾ ദിവസം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് അനുസരിച്ച് മൂന്നാം ദിവസം വരുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തേക്ക് ചെയ്യുന്നു. ജീവിക്കുന്നവരെ പരിശോധിക്കുവാൻ അവർ മഹത്വത്തോടെ വരുന്നവരും അവരുടെ രാജ്യത്തിന്റെ അവസരങ്ങളാവുകയാണ്. കർത്താവും ചെയ്താലും പിതാവിന്റെ പുത്രനോടൊപ്പം പിതാവിനോട് ആരാധിക്കപ്പെടണം, ശ്രദ്ധിക്കപ്പെടണം. പ്രവാചകന്മാരുടെ സംസാരമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും ഈശ്വരവും സാർവത്രികവും അപൗസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളെ മോചനത്തിനായുള്ള ഏകനായ സ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരുടെയും വരാനിരിക്കുന്നതിലും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സ്നേഹമുള്ളവരെ, യേശുനാഥന്റെ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്ക് അവിടുത്തെ നിരവധി നന്മകൾക്ക് വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കാം. അങ്ങയുടെ ദിവ്യ സ്നേഹത്തിന്റെ ജ്വാലകൾ
ലോകമെങ്ങും പ്രഘോഷിക്കുവാൻ അങ്ങ് വരമേൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറച്ച് സഭയെ വിശ്വാസദാർഢ്യത്തിലും സുവിശേഷ മൂല്യങ്ങളിലും അഭിവൃദ്ധിപ്പെടുത്തുവാൻ വേണ്ട അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവമേ, ഞങ്ങളുടെ വികാരി കുര്യനച്ഛനെയും ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയും വചന പ്രഘോഷണത്തിലൂടെ നല്ലൊരു സന്ദേശം നൽകുകയും ചെയ്ത ജെനിൻ ആന്റണി അച്ഛനെയും മറ്റെല്ലാ വൈദികരെയും സമർപ്പിക്കുന്നു. ഇടവകളുടെ ഉന്നമനത്തിനു വേണ്ടി തീക്ഷ്ണതയോടുകൂടി ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ട ശക്തിയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കൃപയും അവർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യനായ പിതാവേ, എല്ലാ കുടുംബങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരസ്പര സ്നേഹവും ഐക്യവും വിശ്വാസവും ദാമ്പത്യ ബന്ധത്തിൽ ദൃഢമാക്കണമെന്നും ഞങ്ങളുടെ മക്കളെ ദൈവഭയത്തിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും വളർത്തുവാൻ വേണ്ട കൃപ എല്ലാ മാതാപിതാക്കൾക്കും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകം മുഴുവനും ഭീതിയിലാറ്റിക്കൊണ്ടിരിക്കുന്ന കൊറോണ എന്ന മഹാമാരിക്കെതിരെ കണ്ടെത്തിയ വാക്സിൻ ഫലപ്രദമാകുന്നതിനും അങ്ങനെ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് വിശ്വസംസ്ഥാനത്തിന്റെ മധ്യസ്ഥയായി അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും അതിനാഥനായ ദൈവമേ, സകല മനുഷ്യവിശ്വാസികളെയും പ്രത്യേകിച്ച് പ്രളയ ദുരന്തവും കൊറോണ വൈറസ് മൂലവും ഞങ്ങളിൽ നിന്ന് മരണമടഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, സ്നേഹിതർ എന്നിവരെയും സമർപ്പിക്കുന്നു. ജീവിതയാത്രയിൽ വന്നുപോയ വീഴ്ചകൾക്ക് മാപ്പ് നൽകി പ്രകാശവും ശാന്തിയും നിറഞ്ഞ സ്വർഗരാജ്യത്തിൽ അവരെ സ്വീകരിക്കുവാൻ കഴിവുണ്ടാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാം. കരുണാനിധിയായ പിതാവേ, യാചിക്കുന്ന അങ്ങേ മക്കളുടെ അപേക്ഷകൾ അങ്ങയുടെ സന്നിധിയിൽ എത്തട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ അപേക്ഷ കേട്ടരുടണമേ.
കാരുണ്യവാനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയായ പിതാവേ, രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് അങ്ങയുടെ തിരുവൽ താരയിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈ തിരുവൽ കാഴ്ചകൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്കും ചെയ്യണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ അപേക്ഷ കേട്ടിട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ തിരുക്കുമാരനായ യേശുനാഥനിലൂടെ ഇന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവിനാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടി തന്നുകൊണ്ടും പീഠാസകന വേളയിൽ കൈകൾ വിളിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ഒന്നിച്ച് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. ദിവ്യബലിയിലെ അതിവിശിഷ്ടമായ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. പുണ്യവാണന്റെ തിരുനാൾ ആഘോഷിക്കുന്ന സുന്ദരമായ നിമിഷം. നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി അപേക്ഷിക്കാം, നമ്മുടെ മക്കൾക്ക് വേണ്ടി അപേക്ഷിക്കാം. നല്ലവരായി പഠിച്ചുയർന്ന മാതാപിതാക്കന്മാർക്ക് താങ്ങായി തണലായി തീരുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ മക്കളുടെ മേൽ ഉണ്ടാകുന്നതിന് വേണ്ടി അപേക്ഷിക്കാം. രോഗത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിലൂടെയൊക്കെ നാം കടന്നു പോകുന്നു.
പുണ്യവാളന്റെ മാധ്യസ്ഥ വഴി ഈ പകർച്ചവ്യാധി നമ്മളിൽ നിന്ന് അകന്നു പോകുവാൻ ഇടവരുത്തണമെന്ന് അപേക്ഷിക്കാം. മാരകമായ രോഗങ്ങൾ നമുക്കും നമ്മളുടെ കുടുംബാംഗങ്ങൾക്കും പിടിപെടാതിരിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാം. മാരകമായ രോഗങ്ങൾ പിടിപെട്ടു പോയാൽ ഈ കാണുന്ന സന്തോഷവും സൗഭാഗ്യവും ഐശ്വര്യവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. പൊന്നുതമ്പുരാനെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും എല്ലാവിധ മാരകമായ രോഗത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കാം. വിവിധങ്ങളായ നിയോഗങ്ങളുമായിട്ടാണ് നാം വന്നിരിക്കുക. നല്ലൊരു ജോലി ലഭിക്കുക, വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരിക, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന വ്യക്തികൾ, സ്വന്തമായി ഭവനമില്ലാതെ വിഷമിക്കുന്ന വ്യക്തികൾ, പലവിധ രോഗത്താൽ വേദനയിലും കഷ്ടപ്പാടിലും ആയിരിക്കുന്ന വ്യക്തികൾ, അവഹേളിക്കപ്പെട്ട വ്യക്തികൾ, സ്നേഹം കിട്ടാത്ത അവസ്ഥയിലുള്ള വ്യക്തികൾ, പരദൂഷണം വഴി ജീവിതം നഷ്ടപ്പെട്ടു പോയ വ്യക്തികൾ, ഇങ്ങനെ പല വിധത്തിലുള്ള വ്യക്തികളുണ്ട്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും ഒപ്പം പിതാവായ ദൈവത്തിന് കാഴ്ചവെക്കാം. കൈകൾ കൂട്ടിപ്പിടിച്ച് തിരുവൽത്താരയിലേക്ക് നോക്കി നിൽക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറ്റുവാൻ കഴിയണമേ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്വസ്ത്രം ചൊല്ലി ഭാഗിച്ച് തന്റെ ശിഷ്യർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. പ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞതാ സ്വസ്ത്രം ചൊല്ലി തന്റെ ശിഷ്യർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ആകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും യോഗ്യനാക്കിയതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നാക്കി മാറ്റണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തായോടും വൈദികത്തോടുമൊത്ത് സഭയാണ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മകത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സർവശക്തരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുവരാൻ ഞങ്ങളർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായ നിർഭയം നമുക്കിപ്പോൾ ഏറ്റുപാടാം. ദൈവമേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുനാഥന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി നേടി ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുനാഥ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ അപേക്ഷ കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ.
കത്രീഡൻ പള്ളി ഇടവക അറക്കൽ ആന്റണി പൈറ്റയുടെയും സെലിൻ ആന്റണിയുടെയും മകൻ അനിൽ പോളും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഈ ഇടവക കായനാട്ട് സ്റ്റാലിൻ ജോസഫിന്റെയും അന്നമ്മ റാണിയുടെയും മകൻ പയലി ജോസഫും അരൂർ സെന്റ് അഗസ്റ്റിൻ പള്ളി ഇടവക കണ്ണന്തറ അഗസ്റ്റിൻ വെട്ടന്റെയും ജൂഡിയുടെയും മകൾ ലീമ ബാർബറയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഇത് ഒരു വിളിച്ചിൽ ലഭിച്ചതിനാൽ മൂന്നാമത്തെ അറിയിപ്പാകുന്നു. ഈ ഇടവക കുറ്റപ്പുറക്കൻ സൈമന്റെയും മരിയയുടെയും മകൻ സ്റ്റാലി ഷാരോനും ഉദയ് സെന്റ് സെബാസ്റ്റ്യൻ പള്ളി ഇടവക ഒലമാമർമ്മ ജോസിയുടെയും മിനിയുടെയും മകൾ ട്രീസ ടിനിയയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഇത് രണ്ടാമത്തെ അറിയിപ്പാകുന്നു. ഈ വിവാഹങ്ങൾക്ക് കാനൂന്യമായ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ അറിയിക്കേണ്ടതാണ്. നമുക്ക് വേണ്ടി ഇന്ന് ബലിയർപ്പിക്കുകയും തിരുനാൾ സന്ദേശം നൽകുകയും ചെയ്തത് പ്രൊഫസർ ജനീൽ ആന്റണി മാരുട്ടി പറമ്പിൽ അച്ഛനാണ്. അച്ഛൻ പെരുമ്പള്ളി അസിസ്റ്റന്റ് വിദ്യാനികേതനത്തിൽ സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്ററായിട്ടും അതുപോലെ തന്നെ മാനേജറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ സ്കൂളിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ നിന്നും കൂടുതൽ കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഇനിയും അവിടെ പഠിക്കേണ്ടതായ സാധ്യതകൾ കൂടുതലായിട്ടുണ്ട്. നല്ല ഒരു സ്കൂളാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിന് പ്രാധാന്യം നൽകി വിദ്യാർത്ഥികളെല്ലാം പഠിപ്പിക്കുന്ന സ്കൂളായതുകൊണ്ട് കൂടുതൽ പേരെ ആ സ്കൂളിലേക്ക് പറഞ്ഞു വേണമെന്ന് പ്രത്യേകം എല്ലാവരും ഓർപ്പിക്കുന്നു. വിശുദ്ധ സെബസ്ത്യാനോസ് തിരുനാളിൻ്റെ ദിവസം നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചു. അതുപോലെ തന്നെ വിശുദ്ധ സെബസ്ത്യാനോസിനെ അനുഗമിച്ച് നമ്മൾ സ്നേഹത്തിലും വിശ്വാസത്തിൽ വളരണമെന്ന് നമ്മളെ അദ്ദേഹം ഉപദേശിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഞാൻ എല്ലാവരുടെയും പേരിൽ ഇടവനേരത്തെ മുഴുവൻ്റെ പേരിൽ ഹൃദയപൂർവ്വം പ്രത്യേകം നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. നമുക്ക് വേണ്ടി ഇന്ന് കുർബാന സമയത്ത് കുർബാന എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടി സഹായിച്ച സിസ്റ്ററിനും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. കേന്ദ്ര സമിതി അംഗങ്ങളാണെന്ന് കാർഷികനും അതുപോലെ തന്നെ കുർബാനയ്ക്ക് നേതൃത്വം നൽകിയത് അവർക്ക് ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. വൈകുന്നേരം 5 മണിക്കാണ് നമ്മൾ രൂപം എടുത്തു വയ്ക്കുന്നത്. 3 ദിവസത്തെ തിരുനാൾ ഇന്ന് അവസാനിക്കുകയാണ്. കുർബാന കഴിയുമ്പോൾ കൊടിമല ചുറ്റിയുള്ള ചെറിയ പ്രദക്ഷിണം കൂടി ഉണ്ടായിരിക്കുന്നതാണ്. 3 ദിവസവും തിരുനാളിൻ്റെ 3 ദിവസവും കുർബാനയ്ക്ക് പാട്ടുപാടി നമ്മളെ സഹായിച്ച നമ്മളുടെ കൊയറിലെ അംഗങ്ങളാണ്. എല്ലാ ദിവസത്തെയും ഗാനങ്ങൾ വളരെ മനോഹരമായിട്ട് അവർ പാടുകയും കുർബാന സജീവമാക്കുകയും ചെയ്തു. ആ കൊയറിലെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ ഹൃദയപൂർവ്വം പ്രത്യേകം നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. കുടുംബയോഗ ലീഡർമാരെ ഇടവ ഓരോ ഭവനങ്ങളിലേക്കും അമ്പ് കൊണ്ടുപോകുന്നതിനെ പ്രത്യേകമായിട്ട് സഹായിക്കുകയുണ്ടായി. അവരുടെ സഹായത്തോടുകൂടിയാണ് അതെല്ലാം വളരെ ഭംഗിയായിട്ട് തീർക്കാൻ സാധിച്ചത്. കുടുംബയോഗാരങ്ങൾക്ക് അതിനോട് അമ്പ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സഹായിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. വിശുദ്ധ രൂപം നമ്മളുടെ പ്രദക്ഷിണ വഴികളിൽ ഇന്നലെ നമ്മൾ കൊണ്ടുപോവുകയുണ്ടായി. വണ്ടി വലിക്കുവാനും അതിനോട് കാര്യമെല്ലാം ഭംഗിയാക്കാനും സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും നന്ദി പറയുന്നതുപോലെ തന്നെ വഴിയെല്ലാം തോരണങ്ങൾ കൊണ്ടും ലൈറ്റ് കൊണ്ടും തിരികെ തെച്ചുമെല്ലാം അലങ്കരിക്കുകയും വിശുദ്ധനെ വളഞ്ഞാൻ വേണ്ടി വഴിയധികം ധാരാളം ഇടവചനങ്ങളുണ്ടായിരുന്നു. അവരോട് സഹകരിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. കേന്ദ്ര കമ്മിറ്റി ലീഡർ ബെൻസൺ ആന്റണി, അസിസ്റ്റന്റ് ലീഡർ ആന്റണി MG എന്നിവരെ കുടുംബായി തിരുനാൾ ആഘോഷത്തിന് വേണ്ടതായ എല്ലാ സഹായവും സഹകരണം നൽകുകയുണ്ടായി. അവിടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ 3 ദിവസത്തെ തിരുനാളിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും നടന്നത്. ആത്മാർത്ഥമായിട്ട് അവർ സഹകരിക്കുകയുണ്ടായി. പരിസരം പ്രത്യേകമായിട്ടും ഈ പള്ളി മനോഹരമാക്കി തീർക്കാനും പള്ളിയും പരിസരമെല്ലാം വൃത്തിയാക്കി തീർക്കാൻ വേണ്ടി നാം പരിശ്രമിക്കാറുണ്ട്. പെൻഷനും അവരാരണിക്കും പ്രത്യേകം നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. പാരീഷ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് വാഗീസ് പറപ്പള്ളി തിരുനാളിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തീർക്കുന്നതിന് വേണ്ടി വേണ്ടതായ എല്ലാ സഹായവും സഹകരണവും ചെയ്തു. എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുകയും അറേഞ്ച് ചെയ്യുകയും ചെയ്തത് വർഗീസ് തന്നെയാണ്. വർഗീസിനെ ഞാൻ പിന്നെ ഹൃദയപൂർവ്വം ഞാൻ നന്ദി അർപ്പിച്ചു
നമ്മുടെ പള്ളിയിലെ കപ്പയാർക്കും അതുപോലെ തന്നെ ചെമ്മൂർക്കും ഓട്ടർ ബോയ്സിനും പ്രത്യേകം നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. ഈ തിരുനാൾ ഭംഗിയാക്കി തീർക്കുന്നതിന് വേണ്ടി അലകാത്തൽ കപ്പിത്താസ് ആഷ്ലിനും ഡെക്കറേഷനും അതുപോലെ തന്നെ നൈറ്റ് എല്ലാം അറേഞ്ച് ചെയ്തവരെ തന്നെയായിരുന്നു. അവർക്ക് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. അടുത്തായാലും ഭംഗിയാക്കി തീർക്കാൻ അനുഗ്രഹിച്ചത് സുനി അറക്കലാണ്. അറക്കലിനെ പ്രത്യേകം നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. കൈകാര്യമായ മൈക്കളും അതുപോലെ തന്നെ ഡാൻസുകളും ഈ അമ്മയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും വേണ്ട കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ഭംഗിയാക്കി തീർക്കുകയും ചെയ്ത് അവർക്ക് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. 3 ദിവസവും എല്ലാ വീടുകളിലേക്ക് യൂട്യൂബ് വഴി എല്ലാ വീടുകളിലേക്കും ഈ കുർബാന പ്രക്ഷേപണം ചെയ്തത് ബിജു സാറിൻ്റെ നേതൃത്വത്തിലുള്ള യുവജനങ്ങളാണ്. അവർക്ക് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. അതുപോലെ ദർശന സമൂഹത്തിലെ അംഗങ്ങൾ ഈ 3 ദിവസവും കുർബാനയ്ക്ക് നേതൃത്വം നൽകുകയുണ്ടായി. അവിടെ നിന്ന് ലീഡറായ സെബാസ്റ്റ്യൻ ചുറ്റിപ്പുറങ്ങളിലും പങ്കെടുത്ത എല്ലാ ദർശന സമൂഹങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. തിരുനാളോടനുബന്ധിച്ച് D5 യൂണിറ്റുകാരുടെ അപ്പം നൽകുകയുണ്ടായി. അതുപോലെ തന്നെ 2 കല്ലോള കൂട വർഗീസ് നൽകുകയുണ്ടായി. എലിസബത്ത് ജോണി ഒരു പെല്ലോക്കൊടിയെ നൽകുകയുണ്ടായി. അവർക്ക് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. ഈ തവണ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക പ്രസിദ്ധങ്ങളുണ്ടായിരുന്നില്ല. കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ ഈ ഇടവയിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് ഈ പെരുന്നാൾ ആഘോഷിച്ചത്. എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തീർക്കാൻ എല്ലാവരും സഹായിച്ചു. അതിന് ഇടവയിലെ എല്ലാ ജനങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും പ്രത്യേകവും നേരിടുന്നു. സ്നേഹമുള്ളവരെ, ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരിക. പഠനവുമായി ബന്ധപ്പെട്ട് കാലടി യൂണിവേഴ്സിറ്റിയിലായതുകൊണ്ട് പെരുമ്പാവൂര് അങ്കമാലി സൈഡിലായിരുന്നു ഇത്രയും നാൾ. അപ്പോൾ ഇങ്ങോട്ടൊന്നും അധികം വരവുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായി ദിവ്യബലി അർപ്പിക്കുവാൻ ക്ഷണിച്ച ബഹുമാനപ്പെട്ട വികാരിയച്ഛന്, അതോടൊപ്പം തന്നെ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇത്രയും മനോഹരമായ രീതിയിൽ തിരുനാൾ നടത്തുവാൻ ചുക്കാൻ പിടിച്ചത് നമ്മുടെ വികാരിയച്ഛനാണ്. ഒത്തിരി സ്നേഹത്തോടുകൂടെ വികാരിയച്ഛന് നന്ദി ഇടവകജനത്തിൻ്റെ പേരിൽ നേടുകയാണ്, ദൈവാനുഗ്രഹം നേടുകയാണ്. അതോടൊപ്പം തന്നെ വികാരിയച്ഛൻ പങ്കുവെച്ചതുപോലെ ഞാൻ അസീസി വിദ്യാനികേതനാണ്. നമ്മുടെ വരാപ്പുഴ അതിരൂപതയുടെ സ്വന്തം സ്ഥാപനമാണ്. അവിടെ LKG UKG അതിലൊരു രൂപീകരണമാണ്. LKGയും UKGയും കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും സംസാരിക്കുവാനും ഹാൻഡിൽ ചെയ്യാനുമുള്ളൊരു കഴിവ് അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് തന്നെ അയക്കുക. അവിടെ അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ LKGയിലേക്കുള്ള അഡ്മിഷൻ ക്ലോസിങ്ങിൻ്റെ അരികിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ കൊണ്ടുവരിക. വികാരിയച്ഛൻ്റെ എഴുത്തോടു കൂടി വരികയാണ് എങ്കിൽ ഫീസിൻ്റെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒത്തിരി സ്നേഹത്തോടുകൂടെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും നിത്യനുമായ പിതാവേ, രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യ ഭോജനം ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കട്ടെ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ അപേക്ഷ കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. കാരുണ്യവാനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. യേശുനാഥന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. Oh
Visus